ഡൈമെൻഷൻസ് ആൻഡ് ഏലിയൻസ്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു യൂണിവേഴ്സ് ജസ്റ്റ് ഒരു 3 ഡൈമെൻഷണൽ വേൾഡ് മാത്രമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ഇൻവിസിബിളായി തന്നെ തുടരുന്നത്? അന്നമയ കോശം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഔട്ടർ ഫിസിക്കൽ വേൾഡാണ് 3 ഡൈമെൻഷണൽ. അവിടെ വരെയാണ് നമ്മൾക്ക് ആക്സസ് ഉള്ള 3 ഡൈമെൻഷണൽ ബീയിങ്സാണ്. പക്ഷേ ഈ ക്ലോസ്ഡ് സിസ്റ്റമായ ഈ യൂണിവേഴ്സ് ടോട്ടലി ഒരു 3 ഡൈമെൻഷണൽ മാത്രമാണോ? യഥാർത്ഥത്തിൽ ഇതിൽ പല കാര്യങ്ങളും അതർ ഡൈമെൻഷനിലേക്ക് ഇൻവിസിബിളായി തന്നെ തുടരുന്നില്ലേ? നമ്മളിപ്പോൾ നിൽക്കുന്ന അന്നമയ കോശം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഫിസിക്കൽ ഡൈമെൻഷൻ 3 ഡൈമെൻഷനലിൽ അവിടുന്ന് തന്നെ നമ്മളുടെ ആന്തരിക അവയവങ്ങൾ കണക്ട് ചെയ്ത് നിൽക്കുന്ന പ്രാണമയ ലോകത്തിൽ പ്രാണ യൂണിവേഴ്സ് അതർ ഡൈമെൻഷൻ 4th ഡൈമെൻഷൻ ആൻഡ് 5th ഡൈമെൻഷൻ മനോന്മയ ലോകം ആൻഡ് 6th ഡൈമെൻഷൻ വിജ്ഞാനമയ ലോകം 7th ഡൈമെൻഷൻ ആസ്ട്രൽ ലൈറ്റ് വേൾഡ്. അപ്പോൾ ഈ ഡൈമെൻഷൻ എല്ലാം ഈ ക്ലോസ്ഡ് സിസ്റ്റമായ ഒരേ യൂണിവേഴ്സിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉള്ളി അന്നമയ കോശം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഫിസിക്കൽ ഔട്ടർ വേൾഡ്. ബാക്കിയെല്ലാം ഡൈമെൻഷൻസും ഇൻവിസിബിളായി തന്നെ തുടരുന്നു. അപ്പോൾ ഇൻവിസിബിളായി തുടരുന്നത് കൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകം വെറും 3 ഡൈമെൻഷനിലാണ് എന്ന് മാത്രമാണ് എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മറ്റ് ഡൈമെൻഷനും ഇതേ യൂണിവേഴ്സിൽ തന്നെ ലെയർ ബൈ ലെയറായിട്ട് നിൽക്കുന്നു, കണക്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അന്നമയ കോശം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഫിസിക്കൽ വേൾഡ് 3 ഡൈമെൻഷനലും പ്രാണമയ ലോകം കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു പ്രാണ വേൾഡ് 4th ഡൈമെൻഷനും ആൻഡ് 5th ഡൈമെൻഷൻ മനോന്മയ ലോകം കണക്ട് ചെയ്ത് നിൽക്കുന്ന മനോന്മയ യൂണിവേഴ്സ് ഒരു 5th ഡൈമെൻഷണൽ ലെയറിലാണ്. അതേപോലെ 6th വിജ്ഞാനമയ ലോകം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഏറ്റവും വാസ്റ്റായിട്ടുള്ള ഒരു വലിയ ലോകം തന്നെ, വിജ്ഞാനപ്രദമായ യുക്തി ധാരണയുടെ എല്ലാം തന്നെ ഒരു ലോകം അതർ ഡൈമെൻഷൻ 6th ഡൈമെൻഷനിൽ നിൽക്കുന്നു. ഇനി 7th ഡൈമെൻഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആസ്ട്രൽ ലൈറ്റ് ബീയിങ്സ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ഡൈമെൻഷനൽ എല്ലാം നമുക്ക് ഇൻവിസിബിളായി തന്നെ തുടരുന്നു. എന്നാൽ നമുക്ക് പ്രാണമയ ലോകമുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും, മനോന്മയ ലോകമുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. കാരണം നമ്മളുടെ ചിന്തകൾ സഞ്ചരിക്കുന്നുണ്ട്, ഓരോ ദിവസവും ചിന്തകൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോകങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? നമ്മൾ അറിയുന്നത് നമ്മളുടെ ബ്രെയിൻ ഉപയോഗിച്ചാണ്. പക്ഷേ ബ്രെയിനിന് പല തരത്തിലുള്ള ഫ്രീക്വൻസി ഉണ്ട്. 5 ഫ്രീക്വൻസിയിലേക്ക് ബ്രെയിനിന് ചേഞ്ച് ആകാൻ സാധിക്കും. നമ്മൾ ബീറ്റ ഫ്രീക്വൻസിയിലേക്ക് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫിസിക്കൽ വേൾഡ് മാത്രം റിയൽ ഉള്ളൂ, ഇതിൽ മാത്രമാണ്, ഇതാണ് ഇപ്പോൾ നടക്കുന്നത്, ഇതാണ് റിയാലിറ്റി എന്ന് മാത്രം നമുക്ക് മനസ്സിലാകുള്ളൂ. എന്നാൽ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി അതർ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് ചേഞ്ച് ആകാൻ സാധിച്ചാൽ നമ്മളുടെ ബ്രീത്തിങ് കൺട്രോളിലൂടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതേപോലെ നമ്മളുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്രെയിൻ ഫ്രീക്വൻസീനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ തോട്ട്സ് വളരെ സ്ലോ ആക്കുന്നതിലൂടെ, തോട്ട്സിനെ വളരെ കാമാക്കുന്നതിലൂടെ നമുക്ക് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് കോൺഷ്യസ്നെസ്സോടുകൂടി ഒരു ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റിൽ, ഒരു സമാധി സ്റ്റേറ്റിൽ നമുക്ക് ബ്രെയിൻ ഫ്രീക്വൻസീനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതർ ഡൈമെൻഷൻസിലേക്ക്, ഇൻവിസിബിളായിട്ടുള്ള അതർ ഡൈമെൻഷൻസിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ 7 ഡൈമെൻഷൻ വരെ ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ ഇതേ യൂണിവേഴ്സിൽ തന്നെ ലെയർ ബൈ ലെയറായിട്ട് നിലനിൽക്കുന്നു. നമ്മളുടെ ശരീരവും എല്ലാ യൂണിവേഴ്സിലേക്കും കണക്റ്റ് ചെയ്ത് നിൽക്കുന്നു. നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഫിസിക്കൽ യൂണിവേഴ്സിൽ നമ്മളുടെ ഫിസിക്കൽ ബോഡി കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്കിലും ഇതേ നമ്മളുടെ മൈൻഡ് ബോഡി ഇതേ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടോ? നമ്മൾ ഒബ്സർവ് ചെയ്താൽ മാത്രമാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ.
നമ്മളൊരു ഫോർത്ത് ഡയമെൻഷൻ, അതായത് പ്രാണമയ ലോകത്തിനെ ശ്രദ്ധിച്ചുകൊണ്ടാണ്, നമ്മൾക്ക് കർമ്മേന്ദ്രിയങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എങ്കിൽ ആ ഡയമെൻഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കറിയാൻ സാധിക്കും. സംഭവിക്കാൻ പോകുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ നമുക്ക് പ്രാണമയ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. നാളെ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളുടെ നമ്മളുടെ വിസിബിളായിട്ട് വന്നിട്ടില്ല എങ്കിലും നമ്മളുടെ മനസ്സിലേക്ക് വരാൻ തുടങ്ങും. പ്രാണമയ ലോകത്തെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ബോഡിയുടെ വൈബ്രേഷനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സസ്യങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ പ്രാണമയ ലോകമായിട്ട് വളരെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ പക്ഷിമൃഗാദികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രകൃതിയിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മുന്നേ കൂട്ടി തന്നെ അറിയാൻ സാധിക്കുന്നു. അതേപോലെ നമ്മൾക്കും, മനുഷ്യർക്കും കർമ്മേന്ദ്രിയങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ബോഡി വൈബ്രേഷനെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു സിദ്ധി നേടിക്കഴിഞ്ഞാൽ നമ്മൾക്കും സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ വിസിബിളായിട്ടുള്ള, നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ ആ ന്യൂസുകൾ നമ്മളുടെ ബ്രെയിനിലേക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണം നമ്മൾക്ക് മുന്നേ കൂട്ടി അറിയാൻ സാധിക്കും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രകൃതിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതേപോലെ തന്നെ ഇനി നമ്മൾ മനോന്മയ ലോകത്തിലേക്ക്, നമ്മൾ ഫിഫ്ത്ത് ഡയമെൻഷനിലേക്ക് നമ്മളുടെ കോൺസെൻട്രേഷനും അവെയർനെസ്സും കൊണ്ടുവരാൻ സാധിച്ചാൽ, അതായത് നമ്മുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യാനുള്ളൊരു ക്വാളിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ടൈം ട്രാവൽ സാധ്യമാണ്. അതായത് നമ്മൾക്ക് ഫ്യൂച്ചറിലേക്കും അതേപോലെ തന്നെ നമ്മളുടെ പാസ്റ്റിലേക്കും സഞ്ചരിക്കാൻ സാധ്യമാണ്. എങ്ങനെയാണ് പാസ്റ്റിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളത്, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മൾ മനോന്മയ ലോകത്തിൽ ഫിഫ്ത്ത് ഡയമെൻഷനിൽ കോൺഷ്യസ്നെസ് അവെയർനെസ് ആണ് എങ്കിൽ അവിടെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഒബ്സർവേഷനിലൂടെ. അപ്പോൾ അത് ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന ഫിസിക്കൽ അന്നമയ വേൾഡിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മൾ ഫിഫ്ത്ത് ഡയമെൻഷനിൽ കോൺസെൻട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കതിൻ്റെ ബാക്കിലേക്ക് ടൈം ട്രാവൽ നടത്തി അതിനെ ചേഞ്ച് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞതും പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം മനോന്മയ ഫിഫ്ത്ത് ഡയമെൻഷനിൽ സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അവിടെ ഇത് ഇങ്ങനെ റണ്ണാകുമ്പോൾ തന്നെ നമുക്കതിനെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ക്യാച്ച് ചെയ്യാൻ സാധിച്ചാൽ 2 വർഷം കഴിഞ്ഞ് നമ്മളുടെ ഫ്യൂച്ചറിനെ നമുക്ക് ഇന്ന് തന്നെ ഡിസൈഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഒബ്സർവേഷൻ ക്വാളിറ്റിയിലൂടെ നമുക്ക് നമ്മളുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഫിഫ്ത്ത് ഡയമെൻഷനിൽ കോൺഷ്യസ്നെസ് അവെയർനെസ്സോടുകൂടി ഇരുന്നാൽ സാധിക്കും. ഇനി അത് തന്നെ 6th ഡയമെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ നിലവിലുള്ള നിലവിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിവായിട്ട്, ഇൻഫർമേഷനായിട്ട് നമ്മളുടെ പുസ്തക രൂപത്തിലും അതേപോലെ വീഡിയോ രൂപത്തിലും അതേപോലെ തന്നെ ഫിലിം, ഇൻഫർമേഷൻ, ഡേറ്റ, അങ്ങനെ പല രൂപത്തിൽ 2D ഇൻഫർമേഷനുകളെല്ലാം തന്നെയുണ്ട്. ഇതിലൊന്നും ഇല്ലാത്ത ഇൻഫർമേഷനുകളെ നമ്മൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഈ 6th ഡയമെൻഷനിൽ നമ്മൾ കോൺഷ്യസ്നെസ് അവെയർനെസ്സോട് കൂടി ഇരിക്കുമ്പോഴാണ്. പല കാര്യങ്ങളും നമ്മളുടെ ബ്രെയിനിലേക്ക് വരുന്നുണ്ട് 6th ഡയമെൻഷനിൽ നമ്മൾ കോൺഷ്യസ്നെസ് അവെയർനെസ്സോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ. നമ്മളുടെ യുക്തിയും ധാരണയും ഉപയോഗിച്ച് നമ്മൾക്ക് അതിൻ്റെ ആ ഒരു യൂണിവേഴ്സിലൂടെ സഞ്ചരിച്ച് പല കാര്യങ്ങളും, ക്രിയേറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്രിയേറ്ററിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമുക്ക് 6th ഡയമെൻഷനിലേക്ക് ഒരു ഹ്യൂമൻ ബ്രെയിൻ എത്തിക്കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് സാധിക്കുക? നമ്മൾ ബീറ്റ ലെവലിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ നമ്മളുടെ ബ്രെയിനിന് ഫിസിക്കൽ അന്നമയ ഒരു 3 ഡയമെൻഷനിൽ മാത്രമാണ് റിയാലിറ്റി എന്ന് മനസ്സിലാകും. 3 ഡയമെൻഷനിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് 6th ഡയമെൻഷനിലും 5th ഡയമെൻഷനിലും സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ് ഫിസിക്കൽ വേൾഡിലുള്ളത്. പക്ഷേ നമ്മളുടെ ഒരു ഹ്യൂമൻ ബ്രെയിനിനെ നമുക്ക് അതിനെ
കൺട്രോൾ ചെയ്യാൻ സാധിച്ച് അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ സാധിച്ച് നമ്മൾ ഓരോ ഡയമെൻഷനിലേക്ക് നമ്മളുടെ ബ്രെയിനിനെ കൊണ്ടുവരാൻ സാധിച്ചാൽ ഫിസിക്കൽ വേൾഡിൽ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് അറിയാനും സാധിക്കും, അതേപോലെ ഇതിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. എന്തിനെ ചൂസ് ചെയ്യണമെന്നുള്ള നമുക്കൊരു ക്വാളിറ്റി കിട്ടുന്നതാണ്. എന്തിനെയാണ് നമുക്ക് ഫിസിക്കൽ വേൾഡിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ചൂസ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇനി 7th ഡയമെൻഷനിലാണ് എങ്കിൽ നമ്മൾ മാത്രമാണ് യാഥാർത്ഥ്യം, മറ്റുള്ളതെല്ലാം ജസ്റ്റ് ഇല്യൂഷൻ മാത്രമാണ്, ഇതൊന്നും ഇവിടെ ഇല്ല, യാഥാർത്ഥ്യമല്ല, ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ മാത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും 7th ഡയമെൻഷനിലാണ് എങ്കിൽ. ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ കൺമുമ്പിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പാസ്റ്റായാലും ഫ്യൂച്ചറായാലും കടന്നു പോകുന്നത് നമുക്ക് ഒബ്സർവേഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ക്വാളിറ്റിയിലേക്ക്, അതായത് 7th ഡയമെൻഷനിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ ഒബ്സർവേഷൻ ക്വാളിറ്റിയിലേക്ക് എത്തുന്നത്. 7th ഡയമെൻഷനിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ 7th ഡയമെൻഷനിൽ നമ്മളുടെ ലൈറ്റ്, നമ്മളുടെ ആ ഒരു സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ, നമ്മൾ ഫിസിക്കൽ അന്നമയ ലോകത്തിലുള്ളത് വിസിബിൾ പഞ്ചഭൂതങ്ങളാണ്, അതായത് സ്ഥൂല പഞ്ചഭൂതങ്ങളാണ് എങ്കിൽ 7th ഡയമെൻഷനിലുള്ളതും സൂക്ഷ്മ പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. പക്ഷേ അത് ഒരു ലൈറ്റ്, അത് വിസിബിളായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾക്ക് അവിടേക്ക് നമ്മളുടെ ബ്രെയിൻ ഫ്രീക്വൻസീനെ ചേഞ്ച് ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നമ്മൾക്ക് ബാക്കിയുള്ള എല്ലാ യൂണിവേഴ്സും ജസ്റ്റ് ഒരു ഇല്യൂഷൻ മാത്രമാണ്, ഇതിൻ്റെ ഒരു ഇല്യൂഷൻ മാത്രമാണ്, നമ്മൾ മാത്രമാണ്, കോൺഷ്യസ്നെസ് മാത്രമാണ് യാഥാർത്ഥ്യം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മളെത്തും. ഇനി നമുക്ക് 7 കഴിഞ്ഞ് 8 ഡയമെൻഷനിലേക്ക് നമ്മളുടെ ബ്രെയിനിനെ മൂവ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമാണ് നമ്മളുടെ ആത്മാവിൻ്റെ ദർശനം നമുക്ക് സാധ്യമാകുള്ളൂ. നമ്മളുടെ ഈ ഒരു റിയാലിറ്റിയിൽ 3rd ഡയമെൻഷനിൽ നമ്മൾക്ക് നമ്മളെ കാണാൻ സാധിക്കില്ല. എന്നാൽ 7th ഡയമെൻഷനിൽ നിന്ന് 8 ഡയമെൻഷനിലേക്ക് നമ്മൾക്ക് മൂവ് ചെയ്യാൻ സാധിച്ചാൽ ആ ഡയമെൻഷനിൽ നമ്മൾക്ക് തന്നെ നമ്മളുടെ ഒരു ആസ്ട്രൽ ബോഡിയെ കാണാനും സാധിക്കും. നമ്മൾക്ക് തന്നെ നമ്മളുടെ ആസ്ട്രൽ ബോഡിയെ കാണാൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് നമുക്ക് 8 ഡയമെൻഷനിലേക്ക് നമ്മളുടെ ബ്രെയിൻ ഫ്രീക്വൻസീനെ കൊണ്ടുവന്നാൽ, സമാധി അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ സാധിക്കും. അപ്പോൾ നമുക്ക് എല്ലാം കാണാൻ സാധിക്കും. നമ്മളുടെ ആസ്ട്രൽ ബോഡിയെ കാണാൻ സാധിക്കും, അതേപോലെ തന്നെ നമ്മളുടെ ആസ്ട്രൽ ബോഡി വ്യാപിച്ച് നിൽക്കുന്ന എല്ലാ ബോഡീസിനെയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളുടെ ഫിസിക്കൽ ബോഡിയായ അന്നമയ കോശം നിൽക്കുന്ന നമ്മളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഒരു 7 ഡയമെൻഷനിൽ വരുമ്പോൾ തന്നെ നമ്മളുടെ ഫിസിക്കൽ ബോഡീനെ നമുക്ക് കാണാൻ സാധിക്കും. അവെയർനെസ്, കോൺഷ്യസ്നെസ് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. നമ്മൾ 8 ഡയമെൻഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആസ്ട്രൽ ബോഡിയെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ക്ലോസ്ഡ് സിസ്റ്റമായ ഈ ഒരു യൂണിവേഴ്സിൽ തന്നെയല്ലേ എല്ലാ ഡയമെൻഷനും ഉള്ളത്? നമ്മളുടെ ആസ്ട്രൽ ബോഡി തന്നെയല്ലേ ഈ ഏലിയൻസ് എന്ന് പറയുന്ന 7 കഴിഞ്ഞ് 8ലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ, നമ്മളുടെ ആസ്ട്രൽ ബോഡിയെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചാൽ നമ്മളെ തന്നെയാണ് നമ്മൾ കാണുന്നത്, യഥാർത്ഥ നമ്മളെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഏലിയൻസ് അത് നമ്മൾ തന്നെയല്ലേ? അപ്പോൾ എവിടെയാണ് നമ്മൾ ഏലിയൻസിനെ അന്വേഷിക്കുന്നത്? നമ്മൾ ഔട്ടർ വേൾഡിൽ, ഫിസിക്കൽ വേൾഡിൽ, അതായത് അന്നമയ കോശം കണക്ട് ചെയ്ത് നിൽക്കുന്ന ഫിസിക്കൽ വേൾഡിൽ വെറും സ്ഥൂല പദാർത്ഥങ്ങൾ മാത്രം നിൽക്കുന്ന ഈ വേൾഡിൽ നമ്മൾ അന്നമയ കോശത്തെ മാത്രം അന്വേഷിച്ചാൽ സാധിക്കുമോ? അപ്പോൾ നമ്മളുടെ സൂക്ഷ്മ തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ആ ഡയമെൻഷനിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് നമ്മളുടെ 8 ഡയമെൻഷനിലേക്ക് നമ്മളുടെ ബ്രെയിൻ ഫ്രീക്വൻസി എത്തുമ്പോൾ മാത്രമാണ് നമ്മളുടെ ആസ്ട്രൽ ബോഡിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളുടെ ആസ്ട്രൽ ബോഡി തന്നെയല്ലേ നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആസ്ട്രൽ തലത്തിലേക്ക് 8 ഡയമെൻഷനിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ, നമ്മളുടെ ആസ്ട്രൽ ബോഡിയെ നമുക്ക് കാണാൻ സാധിച്ചാൽ മാത്രമാണ് ഏലിയൻസ് എന്നുള്ളൊരു തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുള്ളൂ. ഫിസിക്കൽ ഔട്ടർ വേൾഡിൽ നമുക്ക് എങ്ങനെയാണ് ഏലിയൻസിനെ കാണാൻ സാധിക്കുക? ഇവിടെ സ്ഥൂല പഞ്ചഭൂതങ്ങൾ മാത്രമാണ് ഉള്ളത്, സൂക്ഷ്മ പഞ്ചഭൂതത്തിലാണ് ഏലിയൻസ് ഉള്ളത്. അപ്പോൾ ആസ്ട്രൽ തലത്തിലേക്ക്, ആ ഒരു ഇൻവിസിബിൾ തലത്തിലേക്ക് നമ്മളുടെ ബ്രെയിൻ ഫ്രീക്വൻസീനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് ഹ്യൂമൻ ബ്രെയിനിന് മാത്രമാണ് ഒരു റിട്ടേൺ, നമ്മൾ ആരാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. മറ്റുള്ള ജീവജാലങ്ങൾക്ക്